ഹായ് ഹലോ, ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയ നിമിഷങ്ങളാണ് നമ്മുടെ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹോളി ആഘോഷം ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതുവരെയും ഈ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോൺട്രാക്ട് വരെ അവർ ഭാര്യയും ഭർത്താവും ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കത്തുള്ളൂ എന്നും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവും ഉണ്ടാകത്തില്ല, അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു എപ്പിസോഡാണ്. അതായത് ഈ ഒരു യഥാർത്ഥത്തിൽ അശ്വിന്റെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ ശ്രുതിയുടെ മനസ്സിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയ ദിവസവും കൂടിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, മാത്രമല്ല അവര് ഒന്നിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത രണ്ടുപേരാണ് മനോരമയും ശ്യാമും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ഹോളി ആഘോഷത്തിനിടയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിങ്ക്സ് കുടിച്ചു. അതിന്റെ മത്ത് പിടിച്ച് ലെക്ക് കെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അങ്ങനെ അശ്വിനും ശ്രുതിയും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ശ്രുതി പെട്ടെന്ന് തലറങ്ങി ബോധം കെട്ട് വീണു. പെട്ടെന്ന് അശ്വിൻ താങ്ങി പിടിക്കുകയും പിന്നെ ശ്രുതി എടുത്തുകൊണ്ട് തൻ്റെ റൂമിൽ കൊണ്ട് ബെഡിൽ കിടത്തി. എന്നിട്ട് ശ്രുതിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുകയാണ്. മുഖത്തെ ആ ഒരു കളറും ആ കളർ പൊടിയൊക്കെ പതുക്കെ പതുക്കെ തുടച്ചു കളഞ്ഞു. ആ സമയത്ത് ശ്രുതി പതുക്കെ കണ്ണു തുറന്നു. അതിനുശേഷം ശ്രുതി അശ്വിനോട് പറയുവാണ്, എനിക്ക് ഇപ്പോൾ നെഞ്ചിടിപ്പ് ഒരുപാട് കൂടി വരുവാണ്. നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നല്ലതുപോലെ നെഞ്ചിടിപ്പ് കൂടുവാണ്. എന്താ ഇങ്ങനെ എന്ന് എനിക്കറിയില്ല എന്ന് ശ്രുതി അശ്വിനോട് പറയുകയും, എന്നാൽ നിനക്ക് എങ്ങനെയാണോ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് അതുപോലെ തന്നെയാണ് നീ എൻ്റെ അടുത്ത് വരുംതോറും എനിക്ക് എൻ്റെ നെഞ്ചിടിപ്പ് ഒരുപാട് കൂടി വരുവാണ്. എൻ്റെ ശ്വാസത്തേക്കാൾ കൂടുതൽ നെഞ്ചിടിപ്പ് ടപ്പ് ടപ്പ് എന്ന് പെട്ടെന്ന് അടിക്കുവാണെന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പതുക്കെ ശ്രുതി അശ്വിൻ്റെ കയ്യിൽ പിടിച്ചു പതുക്കെ എണീറ്റിരുന്നു. എന്നിട്ട് അശ്വിനും പതുക്കെ ആ ബെഡിലോട്ടിരുന്നു. അതിനുശേഷം ശ്രുതിയെ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിൽ കിടത്തുവാണ്. ആ കിടത്തിയ ആ നിമിഷത്തിൽ അവർ പരസ്പരം ഓർക്കുവാണ്. ശ്രുതി അശ്വിനും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം, ആ ഒരു നിമിഷത്തിന് അന്ന് തൊട്ട് ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോരോ കാര്യങ്ങൾ. ആദ്യം അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ടതും പിന്നെ ഒരുപാട് വഴക്കുണ്ടാക്കിയതും അതിൻ്റെ ഇടയിൽ ശ്രുതിക്ക് രക്ഷകനായിട്ട് വന്നതും അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ. അതിനുശേഷം ആ ഒരു ജോലിക്ക് നഷ്ടപ്പെട്ട് വീണ്ടും അവർ കണ്ടുമുട്ടി. പിന്നെ ശ്രുതിയും അശ്വിനും വീണ്ടും അടുത്തു, സ്നേഹത്തോടുകൂടി അവർ വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഓരോ നിമിഷങ്ങളും അവർ ആലോചിക്കുകയാണ്. ഇങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ അശ്വിൻ ശ്രുതിയെ പ്രൊപ്പോസ് ചെയ്യുവാണ്. പ്രൊപ്പോസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അതൊരു വാലന്റൈൻസ് ഡേയുടെ ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ദിനമാണ്. അപ്പൊ ആ വാലന്റൈൻസ് ദിനത്തിൽ ശ്രുതിയോട് അശ്വിൻ തന്റെ പ്രണയം തുറന്നു പറയുവാണ്. നിറയെ ചുവന്ന ബലൂണുകൾ, ഒരു നല്ല ഇരുട്ടില് ചുവന്ന ലൈറ്റൊക്കെ കത്തിച്ച് നിറയെ ചുവന്ന ബലൂണ്, അതും ലവ് ചിഹ്നത്തിലുള്ള ചുവന്ന ബലൂണ്. ശ്രുതി ഒരു റെഡ് കളറിലുള്ള ഗൗണാണ് ഇട്ടിരിക്കുന്നത്. അശ്വിനും അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ അശ്വിൻ ശ്രുതിയെ ചേർത്ത് നിർത്തുകയും അവസാനം ഒരു റോസാപ്പൂ കൊണ്ട് ശ്രുതിക്ക് കയ്യിൽ കൊടുത്തതിന് ശേഷം തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും എന്നിട്ട് ഒരു ചുവന്ന ബലൂൺ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുവാണ്. എന്നിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, നീ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല പ്രണയ ഡയലോഗൊക്കെ പറഞ്ഞ് അശ്വിൻ ശ്രുതിയെ പ്രൊപ്പോസ് ചെയ്തു. സന്തോഷത്തോടുകൂടി ആ റോസും ബലൂണും ഒക്കെ അശ്വിൻ്റെ കയ്യിൽ നിന്നും ശ്രുതി വാങ്ങി പരസ്പരം അവർ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ ഒരു പ്രണയ നിമിഷങ്ങളാണ് അവർക്കിടയിൽ നടക്കുന്നത്. പക്ഷേ ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. അശ്വിനും ശ്രുതിയും ആ ഒരു ലെക്ക് കെട്ട് അവര് റൂമിലിരിക്കുന്ന സമയത്ത് അവർ പരസ്പരം ഓർക്കുന്ന ഒരു ഓർമ്മയായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു ഇത്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ശ്യാമിന് ഇതൊക്കെ ഒട്ടും പൊറുതി മുട്ടി നിൽക്കുവാണ്. അശ്വിനെയും കാണാനില്ല, ശ്രുതിയെയും കാണാനില്ല. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയുകയും ചെയ്യണം. അങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ അഞ്ജലിയെ കണ്ടു.
അഞ്ജലിയോട് ചോദിക്കുകയാണ്, ഇതെന്താ അഞ്ജലി, നീ എന്താ ഈ പാത്രത്തിൽ നിറയെ കൊണ്ടുപോകുന്നത്? അല്ല, എല്ലാവരും മത്ത് പിടിച്ച് നടക്കുമല്ലേ, അപ്പൊ അവരുടെ മത്തൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലസ്സിയും നാരങ്ങ അച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആ ലെക്ക് ഒക്കെ മാറി, മത്തൊക്കെ മാറി നോർമലായിട്ട് വരും. അപ്പോൾ ശ്രുതിയെയും അശ്വിനെയും വിളിച്ചത് കൊടുക്കണം എന്നൊക്കെ ശ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതിയെ തേടിയാണ് അഞ്ജലി അകത്തേക്ക് പോയത്. അങ്ങനെ അപ്പോൾ അവര് ഇതൊന്നും അറിയാതെ അവരവിടെ റൂമിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി അവരുടേതായിട്ടുള്ള നിമിഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി വിളിച്ചു, അശ്വിനി ശ്രുതി താഴേക്ക് പെട്ടെന്ന് വാ, നിങ്ങൾ ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ മത്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയും ലസ്സിയും കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളിത് കഴിക്കുക എന്ന് പറയുകയും അങ്ങനെ അഞ്ജലിയുടെ ശബ്ദം കേട്ടിട്ട് ശ്രുതി പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് പോകുന്ന സമയത്ത് അശ്വിൻ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചതിന് ശേഷം അശ്വിനും പതുക്കെ എണീറ്റു. എന്നിട്ട് തല കൊണ്ട് ആംഗ്യം കാണിച്ചു, പോകരുത്, നീ പോകണ്ട, ഇവിടെ തന്നെ നിൽക്കുന്ന തല വെച്ച് ആട്ടി ആംഗ്യം കാണിച്ചു. അങ്ങനെ ശ്രുതി ഇങ്ങനെ തനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അശ്വിൻ എപ്പോഴും തന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്, എന്നാൽ ഇപ്പോൾ തന്നോട് പ്രണയത്തോടു കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അശ്വിൻ ശ്രുതിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതി എന്തോ ഓർത്ത് അശ്വിനെ തള്ളി മാറ്റി. വീണ്ടും അപ്പോൾ അഞ്ജലി വിളിച്ചു. അഞ്ജലി വിളിക്കുന്നത് കണ്ടിട്ട് അശ്വിൻ താഴേക്ക് പോവുകയാണ്. അങ്ങനെ ശ്രുതിയും പിന്നാലെ പോയി പെട്ടെന്ന് അശ്വിന്റെ കയ്യിൽ ശ്രുതി കയറി പിടിച്ചു. എന്നിട്ട് നിക്ക് പോകണ്ട, എൻ്റെ ഷോൾ അകത്തുണ്ട്, അപ്പോൾ ഞാൻ ഷോൾ എടുത്തിട്ട് വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ശരി, നീ ഷോൾ എടുത്തിട്ട് വാ. പിന്നെ ശ്രുതി പറഞ്ഞു, വേണ്ട, ഇല്ലെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യും, സാർ താഴോട്ട് വെക്കോ, ഞാൻ വരാം. വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ ഷോളൊക്കെ എടുത്തിട്ട് വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ശ്രുതിയെ വെയിറ്റ് ചെയ്ത് അശ്വിൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ശ്രുതി പതുക്കെ അകത്തോട്ട് കയറി ഷോൾ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഷോൾ എടുത്തിടുന്ന സമയത്ത് പിന്നാലെ ശ്യാം വരികയും എന്നിട്ട് ശ്രുതി തിരിഞ്ഞപ്പോൾ ശ്യാം ശ്രുതിയെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് ശ്രുതി, നീ സത്യം പറ, എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് എന്നോട് തുറന്നു പറ. ആദ്യം ശ്രുതി ഈ ഒരു മത്ത് പിടിച്ച ആ ഒരു അവസ്ഥയിൽ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം ആവർത്തിച്ച് ശ്യാം ചോദിച്ചപ്പോൾ സങ്കടത്തോടു കൂടി ശ്രുതി പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഈ വിവാഹം കഴിപ്പിച്ചത്. ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തോടു കൂടിയല്ല എൻ്റെ വിവാഹം നടന്നത്. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയതാണെന്നും ഈ ഒരു വിവാഹം, നീ എന്നെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രീതിയുടെ വിവാഹം മുടക്കും എന്നൊക്കെ അശ്വിൻ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല, ഭീഷണിപ്പെടുത്തി, അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് പറഞ്ഞ ഉടനെ തന്നെ അഞ്ജലി അകത്തോട്ട് കയറി വരുവാണ്. അപ്പോൾ അഞ്ജലി അശ്വിനോട് ചോദിച്ചു, നീ എന്താ കുഞ്ഞെ ഇവിടെ നിൽക്കുന്നേ, ശ്രുതി എവിടെ? അവൾ അകത്ത് ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ശരി, ഞാൻ അകത്തോട്ട് പോയി അവളെ വിളിച്ചോണ്ട് വരാം. അങ്ങനെ ശ്രുതിന്ന് വിളിക്കുകയും അഞ്ജലിയുടെ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ശ്യാം ഓടി ഒളിക്കുവാണ്. പിന്നാലെ ശ്രുതിയെ പിടിച്ചുകൊണ്ട് താഴോട്ട് പോവാണ്. താഴോട്ട് പതുക്കെ പോയതിനു ശേഷം പ്രത്യേകിച്ച് അഞ്ജലി പറഞ്ഞു, നിങ്ങൾ ഇനി ഡ്രിങ്ക്സ് കുടിക്കേണ്ട, നിങ്ങൾ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ബോധം കെട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കേണ്ട എന്ന് പറഞ്ഞ് അശ്വിന്റെ കൈപിടിച്ച് ശ്രുതിയുടെ രണ്ടുപേരുടെ കൈപിടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് വാ, ഞാൻ താഴോട്ട് പോവുകയാണ്, നീ ശ്രുതിയെ വിളിച്ചോണ്ട് താഴോട്ട് വാന്ന് അശ്വിനോട് പറഞ്ഞു. അഞ്ജലി പോകുന്ന സമയത്തും ശ്യാമിന്റെ മനസ്സിൽ ഒരു ക്ലൂ കിട്ടി. എന്തായാലും അവർ പരസ്പരം ഇഷ്ടപ്പെട്ടല്ല വിവാഹം കഴിച്ചത്. അശ്വിൻ നിർബന്ധിച്ചു, തന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ശ്രുതി വിവാഹം കഴിച്ചു. എന്നാൽ എന്തൊക്കെ സംഭവിച്ചു ഇതിന്റെ ഇടയിൽ എന്നൊന്നും അറിയത്തില്ല, അതൊന്നും ശ്രുതി പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്യാം ശ്രമിക്കുവാണ്. ഇതിന്റെ ഇടയിൽ പതുക്കെ ശ്രുതി വാ താഴോട്ട് പോകാം. അങ്ങനെ പിന്നെ ശ്രുതിയെ നോക്കി അവളുടെ കൈയും പിടിച്ച് പതുക്കെ അശ്വിൻ താഴോട്ട് പോകുവാണ്. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഈ ഒരു ഹോളി ദിവസത്തിൽ ആ ഒരു ഡ്രിങ്ക്സ് കുടിച്ചതിന്റെ പേരിലാണ് അവർക്ക് മനസ്സിൽ പരസ്പരം എത്രത്തോളം ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ പരസ്പരം എങ്ങനെയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വന്നത്. എന്നാൽ അതോടുകൂടി തന്നെ അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ ക്ലൂകളും കൂടി സത്യങ്ങളും കൂടി ശ്യാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ.